ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിൽ സ്ക്വയർ. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി ചലഞ്ചിന്റെ പേരാണ് തെലിപ്പതി ചലഞ്ച്. അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി ചലഞ്ച് തന്നെ വന്നിരിക്കുന്നത്. അപ്പം ചലഞ്ച് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അത് എനിക്ക് ഇവളെക്കുറിച്ച്, ഇവളുടെ ഇഷ്ടങ്ങളൊക്കെ എന്തൊക്കെ അറിയാം, ഇവൾക്ക് എന്നെക്കുറിച്ച് എന്തൊക്കെ അറിയാമെന്നുള്ളതാണ് നമ്മുടെ ചലഞ്ച്. അതിനു മുമ്പ് ഞങ്ങളുടെ കാര്യം പറയട്ടെ. ദിൽ സ്ക്വയർ ചാനൽ ആദ്യമായിട്ടാണ് കൂട്ടുകാരെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, അടിച്ചു പൊടിക്കണം, പിന്നെ കമൻറ്റും കൂടെ ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും വെറൈറ്റി ചലഞ്ച് തലയിൽ ഉദിച്ചെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഞങ്ങളുടെ തലയിൽ കുറേ ചലഞ്ച് ഉണ്ട്, പക്ഷേ ഏത് ചെയ്യണമെന്ന് കൺഫ്യൂഷനാണ്. ഓക്കെ, അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ആ ചലഞ്ചൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ തെലിപ്പതി ചലഞ്ചാണ്. പിന്നെ ഞങ്ങളൊരു കാര്യം പറയട്ടെ, ഞങ്ങൾ ഇവിടെ മതിലുണ്ടാക്കാൻ, അതായത് തെലിപ്പതി ചലഞ്ചിന് ഇതിങ്ങനെ ഒപ്പിക്കണമല്ലോ, എന്താ പറയുക, നമ്മൾ എൻ്റെ ദിൽജ കാണാതിരിക്കാനും ദിൽജ എൻ്റെ കാണാതിരിക്കാനും. പക്ഷെ നമ്മളിവിടെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഇരിക്കുന്നില്ല. നമ്മൾ ആദ്യം ഡിക്ഷണറി എടുത്തു, അതായത് ഒരു പഴയ ഡിക്ഷണറി, അതൊന്നും നോക്കണ്ടേ കേട്ടോ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ ഇരിക്കണം, പക്ഷെ ഇത് ഇരിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇതൊന്നും വേണ്ട, പോ എല്ലാവരും പോ. അതുകൊണ്ട് നമ്മുടെ കണ്ണ് ഇങ്ങനെ പൊത്തിയിട്ട് ഇപ്പം സത്യമല്ല ഭയങ്കര ചൂടാണ്. എനിക്ക് ചൂടെടുത്തിട്ട് മേല, അതുകൊണ്ട് ഞാൻ ജനാനൊക്കെ പോലെ തോന്നുന്നു. അപ്പം അതൊന്നും പറയുന്നില്ല, നമ്മുടെ വീഡിയോയിട്ട് കിടക്കാം. അതിന് മുമ്പ് ലൈക്ക് ചെയ്തേക്കണേ, സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം കേട്ടോ. നമുക്ക് ചലഞ്ചോട് പോവാം. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് തന്നെ ഞാൻ പറയട്ടെ, ഇത് നമ്മൾ പേപ്പറിൽ എഴുതിയിട്ടാണ് ഓരോ സാധനങ്ങൾ നമ്മൾ വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർഡറിൽ തന്നെ വെക്കണം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് യെസ്. അപ്പോൾ ഗൈസ് നമ്മൾ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങളൊക്കെ സാധനങ്ങൾ എന്ത് ചെയ്യുന്നത്, പക്ഷെ ഫുഡല്ല ഗൈസ്, നമ്മൾ പേപ്പറിൽ എഴുതിയാണ് വെച്ചേക്കുന്നത്. കാണത്തില്ലെന്ന് എനിക്കറിയാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ട്, വൈറ്റ് ഫോറസ്റ്റ് ഉണ്ട്, റെഡ് ഫോറസ്റ്റ് ഉണ്ട്, റെഡ് വെൽവെറ്റ്. അപ്പം 3 കേക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ പേപ്പറിൽ എഴുതിയിട്ടോ വെച്ചേക്കുന്നേ. അപ്പോൾ 3 പേപ്പറിൽ, അതായത് 3 എണ്ണം. ഞാൻ ഇവൾക്കിഷ്ടമുള്ളത് എടുക്കണം, നീ എനിക്കിഷ്ടമുള്ളത് എടുക്കണം. അങ്ങനെയാണ് നമ്മൾ തീരുമാനിച്ചേക്കുന്നത്. അപ്പോൾ നീ ഒന്ന് കണ്ണടച്ചേ. അപ്പോൾ ഗൈസ്, എനിക്കിഷ്ടമുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് എനിക്കിഷ്ടം, ഇതാണ് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇതാണ്. ഇനി ദിൽജയ്ക്ക് ഇഷ്ടമുള്ള പറഞ്ഞോ. എനിക്കിഷ്ടമുള്ളത് ഇതാണ് എനിക്കിഷ്ടമുള്ളത്. ഓക്കെ, അപ്പോൾ എടുക്കാം. 3, 2, 1 ഗോ. ബ്ലാക്ക് ഫോറസ്റ്റ്. പിന്നെ നിങ്ങൾ ഓർക്കുക, നമ്മൾ തന്നെ ഈ 3 എണ്ണം വെച്ചേക്കുന്നതെന്ന്, അതായത് ബ്ലാക്ക് ഫോറസ്റ്റ്, റെഡ് വെൽവെറ്റും വൈറ്റ് ഫോറസ്റ്റ്, ഞങ്ങൾ ഈ 3 എണ്ണം കഴിച്ചിട്ടുള്ളൂ. അപ്പം അതിൽ ഇഷ്ടമുള്ള ഏതാണെന്ന് ഞങ്ങൾ തീരുമാനിച്ചില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബ്ലാക്ക് ഫോറസ്റ്റ്. എനിക്ക് ഇഷ്ടമുള്ളത് ഇത് തന്നെയാണ്. അത് അടിപൊളിയാണ്. നമ്മുടെ ചോക്ലേറ്റ്, അതിൻ്റെ അന്നത്തെ ബർത്ത്ഡേക്ക് എൻ്റെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു. അതിന്റെ മുകളിൽ കുറച്ചിങ്ങനെ ഈ വൈറ്റിന്റെ എന്തോ ക്രീം, അതിന് മറ്റേ ജെറി അതിന്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ റൗണ്ട് നമുക്ക് രണ്ടുപേർക്കും അറിയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് റൗണ്ട് വെക്കാം. അപ്പോൾ നെക്സ്റ്റ് റൗണ്ടും നമ്മൾ ഐസ്ക്രീമിൻ്റെ സെക്ഷനാണ് കേട്ടോ വരുന്നത്. ഐസ്ക്രീം. അപ്പോൾ ഗൈസ്, നെക്സ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഐസ്ക്രീമാണ്, കോണ്ടോപ്പ്, ചോക്കോബാർ, മാംഗോ ബാർ. അപ്പോൾ കണ്ണടച്ചോളൂ ഗൈസ്, എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ഇത് തന്നെയാണ്. ഇത് തന്നെ ഞാൻ എടുക്കുള്ളൂ, എനിക്കതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഞാൻ തിരിച്ചാണ് പറഞ്ഞു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അയ്യോ കൺഫ്യൂഷനായി, ഇത് കാണിക്കാം. ഇതാണ് എനിക്കിഷ്ടം. ഓക്കെ, സത്യം പറയാം ഗൈസ്, എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ട് ദിൽജയുടെ കാര്യത്തിൽ. ദിൽജയ്ക്ക് ഇതാണ്. എനിക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ല. ഞാൻ ഇതെടുക്കാൻ പോകണം ഗൈസ്. ഓക്കെ, 3, 2, 1 ഗോ. കൊണ്ടുപോണോ? ഞാൻ ആദ്യം എനിക്ക് ഇതാണ് ഇഷ്ടം, പക്ഷേ ഏറ്റവും ഇഷ്ടം എനിക്കിതാ.
ഇവൾക്ക് ചോക്കോബാർ എന്ന് പറഞ്ഞാൽ ജീവനാണ്. അതുപോലെ തന്നെ പക്ഷെ കോൺടോപ്പ്. ചോക്കോബാർ അടിച്ചാൽ അലിഞ്ഞലിഞ്ഞു പോവും. അതാണ് എനിക്ക് ഇഷ്ടം. ഇവൾക്ക് ചോക്കോബാർ ഇഷ്ടമാണ്, കോൺടോപ്പ് എനിക്ക് കൺഫ്യൂഷൻ. പിന്നെ തിരിച്ചറിയാൻ വെച്ചത് നമ്മൾ രണ്ടാമതേ സെറ്റാക്കി. അപ്പൊ നമുക്ക് എനിക്കിഷ്ടം കോൺടോപ്പാണ് കേട്ടോ. എനിക്കിഷ്ടം കോണ്ടപ്പനാണ്. പക്ഷെ നെക്സ്റ്റ് എന്താണ് വരുന്നത് നോക്കട്ടെ. next എന്താ? ഫ്രൂട്ട്സ് ആണ് കേട്ടോ ഗൈസ്. ഫ്രൂട്ട്സ്. അപ്പോൾ ഈ ഫ്രൂട്ട്സ് വന്നിട്ടുള്ള ഞാൻ പറഞ്ഞുതരാം. ഇത് മംഗോസ്റ്റി, വാട്ടർമെലൺ, ഗ്രേപ്പ്, ഓറഞ്ച്. ഗൈസ് എനിക്കിതിൽ 2 ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് സത്യം എനിക്ക് 2 ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഒരു തീരുമാനത്തിൽ ഞാൻ നോക്കല്ല കേട്ടോ. എനിക്ക് ഇവിടെ വിശ്വാസമില്ല ഗൈസ്. ഇതാണ് ഗൈസ് എടുക്കുന്നത്. ഓക്കെ അടച്ചോ. തുറന്നോ. ഓക്കെ ഞാൻ അടയ്ക്കാം. എനിക്കിഷ്ടം ഇതാണ്. പക്ഷെ ചേച്ചിക്ക് ഏതാ ഇഷ്ടം? ഇതാണോ അതോ ഇതാണോ എന്ന് എനിക്കറിയത്തില്ല. സത്യമായാലും ഇവൾക്ക് 2 ഇതിൽ ഇഷ്ടമാണ്. പക്ഷെ ഏതാ എനിക്ക് കൺഫ്യൂഷനാ. ചേച്ചിക്ക് ഏതാന്ന് എനിക്ക് കൺഫ്യൂഷനാ. ഇതാണോ? ഓക്കെ ഞാൻ എടുക്കാൻ പോവാ. 3, 2, 1 ഗോ. മംഗോസ്റ്റി വാട്ടർ. എനിക്ക് മംഗോസ്റ്റി ആണോ? എനിക്ക് മംഗോസ്റ്റി ഏറ്റവും കൂടുതൽ ഇഷ്ടം. അല്ല എനിക്ക് തണ്ണിമത്തന് ഇഷ്ടമുണ്ട്. അത് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞതിൽ എനിക്ക് പക്ഷെ ഞാൻ മംഗോസ്റ്റിയാണ് ഞാൻ എടുത്ത് കാണിച്ചത് അവരെ. എനിക്ക് വാട്ടർമെലൺ ഇഷ്ടമാണ്. കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് വാട്ടർമെലൺ ഇഷ്ടമില്ല. ഇവൾക്ക് ഓറഞ്ച് ഇഷ്ടമാണ്. ഇവിടെ അച്ചോടെ എന്നാന്നാലും അച്ഛൻ ഓറഞ്ച് വെച്ചിട്ടുണ്ടോ? എനിക്കാണെങ്കിൽ ഓറഞ്ച് തിന്നത് ഞാൻ മടുത്തു. ഓക്കെ, അപ്പൊ നമ്മുടെ സെക്കൻഡ് റൗണ്ടും കഴിഞ്ഞിട്ടുണ്ട്. ജ്യൂസ് അല്ല, ഡ്രസ്സാണ്. ഡ്രസ്സോ? പെട്ടെന്ന് ജ്യൂസ് പോലെ ഞാൻ കണ്ടിട്ട്. എനിക്കറിയാം, ജീൻസ് ടോപ്പ് അല്ല, സാരി, ഫ്രോക്ക്, ജീൻസും ടോപ്പും. അപ്പം ഇതിൽ ദിൽജയ്ക്ക് ഇഷ്ടമുള്ള എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. ദിൽജ ഇടയ്ക്കൊക്കെ ഇത് കൊടുത്തോണ്ട് നടക്കാറുണ്ട്. അത് ഇത് തന്നെ. അപ്പൊ എനിക്കിഷ്ടമുള്ള ഞാൻ പറയാം. കണ്ടടാ, എനിക്ക് ഇഷ്ടം ഇതാണ് എനിക്കിഷ്ടം. എനിക്കിഷ്ടം എനിക്ക് എപ്പോഴും ഇത് തന്നെയാണ്. ഫ്രണ്ട് ക്യാമറ ഉണ്ട്, തല കാണിക്കുന്നത്. ഓക്കെ, തുറന്നോ. ഞാൻ എടുക്കാം. 3, 2, 1 ഗോ. സാരി. ഇവള് വീട്ടിൽ കൂടെ അമ്മയുടെ ഷോൾ എടുത്തിട്ട് ഉടുത്തിട്ട് നടക്കാറുണ്ട്. എനിക്ക് രണ്ടെണ്ണത്തിനകത്ത് എനിക്ക് ഇഷ്ടം. ഞാൻ പറയാം, സാരി, ഇവളുടെ ഉടുപ്പ് പിന്നെ സാരി എനിക്കിഷ്ടം. പക്ഷെ എനിക്ക് ഞാൻ നിങ്ങളെ കാണിച്ചത് ഈ ഫ്രോക്ക്. നീ മലയാളത്തിൽ പറഞ്ഞാൽ മതി. ഞാൻ നിങ്ങളെ കാണിച്ചത് ഉടുപ്പാ. പക്ഷെ ചേച്ചി ഇതാണ് എനിക്ക് ജീൻസിന്റെ ഒപ്പാണ് ഇഷ്ടം. പക്ഷെ എന്നാലും സെയിം അല്ല, എനിക്ക് സാരി ഇഷ്ടം. ഇതെന്താ? വെജിറ്റബിൾസ്. എനിക്ക് അന്വേഷണം ഒന്നും ഇല്ല. എനിക്ക് ഇഷ്ടം. പക്ഷെ എനിക്ക് എനിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എനിക്ക് 2 ഇഷ്ടം. ഇതൊന്ന് പറഞ്ഞു തരുമോ ചേച്ചി? പക്ഷെ എനിക്ക് 2 ഇഷ്ടം. പക്ഷെ അതോ ഇന്നത്തുണ്ടോ എനിക്കറിയോ? എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം. ഇത് ക്യാബേജ്, ബീട്രൂട്ട്, ക്യാപ്സിക്കം, ക്യാബേജ്. ഓക്കെ, എനിക്കിഷ്ടം ഇതാണ്. ആകെ തുറന്നോ. ആകെ 3, 2, 1 ഗോ. ക്യാരറ്റ്, ക്യാപ്സിക്കം കറക്റ്റ് ആണ്. ക്യാരറ്റ് കറക്റ്റ് ആണ്. നീ തന്നെ കാണിച്ചേ. എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ക്യാപ്സിക്കം എങ്ങാനും എടുക്കുമെന്ന്. കാരണം എനിക്ക് ചിലപ്പോൾ ഇതാണോ എനിക്ക് അറിയത്തില്ല. ക്യാപ്സിക്കം ഇഷ്ടമില്ല. മറ്റേ ഈ ചിക്കൻ റോളൊക്കെ മേടിക്കുമ്പോൾ ക്യാപ്സിക്കം ഒക്കെ എനിക്ക് തരാറുണ്ട്. ശരിയാ, പക്ഷെ എനിക്ക് ക്യാബേജ് ഇഷ്ടമാണ്. അതെ, സദ്യയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ക്യാബേജ് കറിയാണ്. നമ്മുടെ കളർ വന്നിരിക്കുന്നത് പിങ്ക്, ബ്ലൂ, പർപ്പിള്, ബ്ലാക്ക്. ഇതിൽ ദിൽജാട് എനിക്കറിയാം. ഇനി എങ്ങാനും മാറ്റി പറഞ്ഞാലോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പം ഈ പ്രശ്നം ഞാൻ പറയാം. കണ്ണടച്ചോ. പറയുന്നില്ലേ?
എനിക്കിഷ്ടം ഇതാണ്. എനിക്കിഷ്ടം ഇതാണ്. ഓക്കെ പക്ഷേ എനിക്കിഷ്ടം ഇതാണ് കേട്ടോ. അത് പറഞ്ഞില്ല വേണ്ട. എനിക്കത് തന്നെ ഇഷ്ടം. ഓക്കെ തുറന്നോ. എടുക്കാം. 3, 2, 1 ഗോ. ബ്ലൂ, പർപ്പിൾ. എനിക്ക് ബ്ലൂ ഇപ്പൊ വല്ലാണ്ട് ഇഷ്ടമില്ല. എനിക്ക് ബ്ലൂ ഇപ്പൊ വല്ലാണ്ട് ഇഷ്ടമില്ല. എനിക്ക് ബ്ലൂ ഇത് ഇഷ്ടാ. ഇവിടെ ബ്ലൂ അല്ലേ? ബ്ലൂ 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 എന്ന് പറഞ്ഞാൽ സത്യമാണ്. ഇവൾക്ക് ബ്ലൂ ആണ് ബ്ലൂ. എനിക്ക് പർപ്പിൾ ഇഷ്ടമാണ്. എനിക്ക് അറിയാന്നല്ലേ. അത് എനിക്ക് പർപ്പിൾ ഇഷ്ടമല്ല. അപ്പൊ അവൾക്കും പർപ്പിൾ ഇഷ്ടമായി. ദിൽഷയുടെ കാര്യത്തിൽ ഇതെന്നെ നിന്നെ കാണുന്നില്ല. ഇങ്ങോട്ട് നീയോ? ദിൽഷയുടെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പൊ സാധനം ഞാൻ പറഞ്ഞുതരാം. പൊറോട്ട, ചപ്പാത്തി, ബിരിയാണി. ദിൽജയുടെ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ദിൽജയ്ക്ക് അല്ല അമ്മയ്ക്ക് കാണാതൊക്കെ അങ്ങനെ കാണിക്കാൻ എടുത്തു വെച്ചു കാണിച്ചു. പക്ഷെ എനിക്ക് ഇഷ്ടം കൺഫ്യൂഷൻ ആയിപ്പോയി. ഓക്കെ കാണിച്ചു. ദിൽഷയ്ക്ക് എനിക്കിതാണ് കേട്ടോ. എനിക്കത് ഉറപ്പാ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. പറ, നീ പറ. തെറ്റിച്ചൊന്നും പറഞ്ഞാൽ ഞാൻ നോക്കുന്നുണ്ട്. മുമ്പത്തെ എനിക്കൊരു കൺഫ്യൂഷൻ ആയി. ഞാൻ ആ പോയ സമയത്തിനായുണ്ട്. എടുക്ക. 3, 2, 1 ഗോ. ബിരിയാണി. നിനക്ക് നീ ബിരിയാണി എടുത്തേ. ബിരിയാണി ദിൽജ ബിരിയാണി അല്ലേ എടുത്തേ? പൊറോട്ട എടുത്തേ. എനിക്ക് രണ്ടും ഇഷ്ടമാണ്. ഞാൻ പറയാം. എനിക്ക് ചപ്പാത്തി എനിക്ക് 3 ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് കൺഫ്യൂഷൻ എനിക്ക് പൊറോട്ട എടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ആ സെക്കൻഡിൽ ഞാൻ ബിരിയാണി ഇങ്ങ് എടുത്ത്. ഇനി എനിക്ക് ബിരിയാണി കേട്ടോ. താങ്ക് യു മൈ ഡിയർ. എനിക്ക് ശരിയാക്കി തരത്തില്ല. ഇവിടെ നിന്നോടാണ് എല്ലാத்தைയും കയറി ഇഷ്ടപ്പെടാൻ പറയുന്നത്. നെക്സ്റ്റ് നീ നിന്നെ കാണത്തില്ല. നെക്സ്റ്റ് ഞണ്ട് കറി, ക്രാബ് കറിയുണ്ട്, ചെമ്മീൻ റോസ്റ്റ് ഉണ്ട്, ചിക്കൻ കറിയുണ്ട്. ബീഫ് വെച്ചില്ലേ? ഇല്ല, ബീഫിനാണ് അങ്ങനെ വലിയ താല്പര്യമില്ലല്ലോ. പക്ഷെ ഞാൻ ആദ്യം ബീഫ് എന്ന് എഴുതാൻ വേണ്ടി തുടങ്ങിയതാ. പിന്നെ ഞാൻ ബീഫ് ഇട്ട് ചിക്കൻ കറിയും ചിക്കൻ ആക്കി. അവിടെ ഒരു പക്ഷിനെ കാണിക്കാം. അത് കൺഫ്യൂഷൻ ഉള്ള കാര്യം. 3 ഇഷ്ടമാണ്. 3 ഇഷ്ടമാ. എനിക്ക് 2 ഇഷ്ടമാണ്. പക്ഷെ ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ എനിക്ക് അത് കഴിഞ്ഞിട്ട് ആ രണ്ടാമത്തെ ഉള്ളൂ. അതുകൊണ്ട് കണ്ണടാ എനിക്കിതാണ് ഗൈസ്. അത് കഴിഞ്ഞിട്ട് എനിക്കിതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടേ ബാക്കിയെല്ലാം ഉള്ളൂ. ഓക്കെ തുറന്നോളൂ. ഇൽജാൻ എടുക്കട്ടെ. 3, 2, 1 ഗോ. കറക്റ്റ്. 2 പേർക്കും കറക്റ്റ്. 2 പേർക്കും ഞങ്ങൾക്ക് 2 പേർക്കും ഞണ്ട് കറി ഇഷ്ടമാണ്. എനിക്ക് ഞണ്ട് കഴിഞ്ഞ എനിക്ക് ഫസ്റ്റ് ഇതാ ഇഷ്ടം, സെക്കൻഡ് ഇതാ ഇഷ്ടം, തേർഡ് ഇഷ്ടം. എനിക്ക് ഫസ്റ്റ് ഇത്, സെക്കൻഡ്. പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ട് കഴിച്ചത് ഒരു മരം വെട്ടി മറ്റേ വീടില്ലേ, മരം വെട്ടി വീട്, അവിടെ മാത്രമേ ഞങ്ങൾ ഈ ഞണ്ട് കറി കഴിച്ചിട്ടുള്ളൂ. നീ അവിടെ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. നമ്മളൊക്കെ മടുക്കൊന്നുമില്ല പോന്നെ. നെക്സ്റ്റ് കുറച്ചും കൂടെ കൺഫ്യൂഷൻ അല്ല, എനിക്ക് ഈസിയാണ്. ഞാൻ പറയാം. ഇത് മാല, വള, മോതിരം, കമ്മൽ. മലയാളം വായിക്കാറിയ, ഇംഗ്ലീഷ് വായിക്കാറില്ലാത്തുള്ളൂ. ഇംഗ്ലീഷ് അറിയുകയൊക്കെ ചെയ്യും, പക്ഷെ നോക്കാത്ത തെറ്റുമോ എന്നുള്ള പേടിയാണ്. എടി നിന്നെ എന്നാണ് നീ അവിടെ പോയിരിക്കുന്ന, കുറച്ച് നീ ഇങ്ങോട്ട്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ പറയാം. കണ്ണടച്ച ദിൽജയല്ലേ എപ്പോഴും കണ്ണടക്കുന്നത്? ചേച്ചി ഒന്ന് കണ്ണടക്കട്ടെ. ചേച്ചി കണ്ണടക്കേ. ആദ്യം ചേച്ചി എടുക്കട്ടെ. ഈ കണ്ണടാ. അതാണ് കൺഫ്യൂഷൻ. എനിക്ക് 2 ഇഷ്ടമാണ്. എനിക്ക് ഇതും ഇഷ്ടമാണ്, ഇതും ഇഷ്ടമാണ്. ഇപ്പൊ തന്നെ കൈ അല്ല ഒന്നുമില്ല. അയ്യോ എനിക്ക് കൺഫ്യൂഷനാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി. ഞാൻ ഇതെടുക്കുന്നത്. ഓക്കെ, ദിൽജ എടുക്കാം. ചേച്ചിക്ക് ഇഷ്ടമുള്ള അല്ല, അവൾക്ക് ഇഷ്ടമുള്ള അവള് പറയാം. എനിക്കിഷ്ടം എങ്ങനെ തെറ്റിച്ചതില്ല.
എനിക്കിഷ്ടം ഇതാ. അല്ല, വേണ്ട. ഏതെങ്കിലും ഒരെണ്ണം എടുക്ക്. നിനക്ക് ഇഷ്ടമുള്ള ഏറ്റവും ഇഷ്ടമുള്ള എടുക്ക്. കാണിയില്ല. അല്ല, വേണ്ട ഇത്. അല്ല, ചേച്ചിക്ക് അറിയാതെ ഇത്. തിരിച്ചു വെക്ക്. പറഞ്ഞു. 3, 2, 1 go. ആ കറക്റ്റ്. അതെ. വള ആ, മോതിരം. ഞാൻ മോതിരം എടുക്കുന്ന വിചാരിച്ചാണ്ട് കമ്മല. സത്യം പറഞ്ഞ എനിക്ക് എനിക്ക് വളയൊന്നും ഇഷ്ടമില്ല. എനിക്ക് കമ്മലും മോതിരം ഇഷ്ടമാണ്. അപ്പോൾ ദിൽജ മോതിരമാണ് എടുത്തത്. കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ദിൽജയ്ക്ക് വളയാണ് guys. എവിടെ കടയിൽ പോയാലും മേടിക്കും, പക്ഷെ എന്നിട്ട് ഇടുവല്ല. ഉത്സവത്തിന് പോയാലും ഒരു ദിവസം കാണാം ആ വള. ഇതിന്റെ ബാക്കി എന്ത് ചെയ്യാം? ഇത്രയൊന്നും അല്ലായിരുന്നല്ലോ. അപ്പോൾ ദിൽജയ്ക്ക് വളയാണ് ഇഷ്ടം. നെക്സ്റ്റ് ജ്യൂസാണ് നെക്സ്റ്റ് വന്നേക്കുന്ന ആപ്പിൾ ജ്യൂസ്, മാംഗോ ജ്യൂസ്, ലെമൺ ജ്യൂസ്. അത് കൺഫ്യൂഷനാണ് വെക്കുന്നത്. പക്ഷെ ദിൽജ നീ ഓർക്കണം, ഞാൻ ചിലപ്പോഴൊക്കെ അത് കുടിക്കാറുള്ളൂ. പക്ഷെ എനിക്ക് മറ്റേതാണ് കൂടുതൽ ഇഷ്ടം. ഓക്കെ, ഞാൻ കണ്ണടയ്ക്കാം. പറഞ്ഞോ. എനിക്കിഷ്ടം ഇതാണ്. ഇത് എനിക്കിഷ്ടം ഇതാണ്. പക്ഷെ ചേച്ചിക്ക് ഇഷ്ടം അത് ചേച്ചി കാണിച്ചോളൂ. ഓക്കെ, കണ്ണടച്ചോ. എനിക്കിഷ്ടം ഇതാണ് കേട്ടോ. പക്ഷെ ഞാൻ ഇടയ്ക്കൊക്കെ ഇതും കുടിക്കാറുണ്ട്. പക്ഷെ ഇതും കുടിക്കാറുണ്ട്. ഞാൻ ഇതെടുക്കുന്നുണ്ട്. ഇത് ഓക്കെ, തുറന്നോ. അപ്പോൾ ദിൽജയ്ക്ക് ഇഷ്ടമുള്ള എടുക്കാം. 3, 2 എനിക്കിഷ്ടമുള്ള 3, 2, 1 go. എനിക്കിതല്ലേ ഇഷ്ടം. മാംഗോ ജ്യൂസ് നോക്കണം. പക്ഷേ ലെമൺ നീ എടുത്തത് മാംഗോ. ഞാൻ മാംഗോ ആണ് എടുത്തത്. ഞാൻ പറഞ്ഞിരുന്നു ഞാനത് കുടിക്കാറുണ്ട്. പക്ഷെ എനിക്ക് മറ്റേതാണ് ഇഷ്ടം. അല്ലേ, എനിക്ക് 3 ഇഷ്ടമാണ്. കുഴപ്പമില്ല. അയ്യേ, നമ്മൾ സെറ്റാക്കി. നെക്സ്റ്റ് വന്നേക്കുന്നത് പെപ്സി, മിറിൻഡ, സ്പ്രൈറ്റ്. ഓക്കെ, നീ പറഞ്ഞോ. വേറെ എടുത്ത് കാണിക്കട്ടെ. ഇത് കണ്ടു. എനിക്കിതാണ് ഇഷ്ടം. ഓക്കെ, നെക്സ്റ്റ് എനിക്കിതാണ് ഇഷ്ടം. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഓക്കെ, തുറന്നോ. എടുക്കാം. 3, 2, 1 go. 3, 2, 1 go. ദിൽജ എടുത്ത മിറിൻഡ. ചേച്ചി എടുത്തല്ല, മിറിൻഡ. അവൾക്ക് പെപ്സിയാ ഇഷ്ടം. പെപ്സി കുടിച്ചിട്ട് പോയി. എനിക്കിതാ ഇഷ്ടം. അവളതാ പെപ്സി എന്നാ പറഞ്ഞേ. ആണ്, നീ കുടിച്ചിട്ടുണ്ടോ? ഉണ്ട്. പക്ഷെ എനിക്ക് അതിൻ്റെ കുഴപ്പമില്ല. ചേച്ചിക്ക് ഇതാണ് ഇഷ്ടം. ഓഫ് കോഴ്സ്. പിന്നെ ചേച്ചി ദിൽഷാനെല്ലാം ചേച്ചി ശരിയാക്കുന്നുണ്ട്. ദിൽജ അല്ല, ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മാറുവാ. പിന്നെ എങ്ങനെയാ ചങ്ങളായോ കൊച്ചേ? കുഴപ്പമൊന്നുമില്ലല്ലോ. കാലിനകത്ത് പണിഷ്മെന്റ് ഇല്ലാത്തത് അന്നേരം ജാതിക്ക് കളിപ്പിച്ച് ഞാനൊന്നും ഓർക്കുന്നില്ല. പോട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വേണ്ടി ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബെൽ ഐക്കൺ അടിച്ചു പൊട്ടിക്കണം. ഇനി ഞങ്ങളെ കമന്റ് കൂടെ ചെയ്യാൻ മറക്കരുത്. അതെ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.